ഹായ് എല്ലാവർക്കും നമസ്കാരം. കേട്ടിട്ടില്ലേ, മഴക്കാലത്തിന് മുന്നേ വീടിന്റെ പണി തീർക്കണമെന്ന്? എന്താ കാരണം? ആ മഴ പെയ്യുമ്പോഴാവും നമ്മൾ ആ ചോർച്ചയൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ പ്രശ്നം തുടങ്ങിയത് വർഷങ്ങൾക്ക് മുന്നേ ആകും അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തരുന്ന കുഞ്ഞു കുഞ്ഞു സിഗ്നലുകളില്ലേ, അതൊക്കെ നമ്മൾ മിക്കവാറും അങ്ങ് അവഗണിച്ച് കളയും. പക്ഷേ ഈ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷെ വളരെ ഭയാനകമായൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ എത്രയോ കേൾക്കുന്നു അല്ലേ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഓൺലൈനിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നൊരു യാഥാർത്ഥ്യമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രി മക്കൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ കിടന്ന ഒരാൾ രാവിലെ ഉണർന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു സംഭവം നോക്കൂ. മെഡിസിൻ പഠിക്കുന്നൊരു മിടുക്കൻ, അച്ഛനോ അമ്മയും ഡോക്ടർമാരാണ്. ഒരുപക്ഷെ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലാപ്ടോപ്പിന്റെയോ പുസ്തകത്തിന്റെയോ മുന്നിലിരിക്കുമ്പോൾ തന്നെ വളരെ നിശബ്ദമായി മരണത്തിന് കീഴടങ്ങുന്നു. അപ്പോൾ നോക്കൂ, പല പ്രായം, പല ജോലികൾ, പല സ്ഥലങ്ങൾ. പക്ഷേ ഇവർക്കെല്ലാവർക്കും തമ്മിലൊരു പൊതുവായ കാര്യമുണ്ട്. എന്താണെന്നറിയോ? നാളെ തങ്ങൾ ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഇവർ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ആരാണ് ഈ നിശബ്ദനായ കൊലയാളി? എന്താണിത്? നമ്മളെല്ലാവരും സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ അങ്ങനെ തോന്നുന്നത് ഒരു ഹെൽത്ത് റിപ്പോർട്ടല്ല കേട്ടോ. ഓർക്കണം, ചില പാമ്പുകൾ കടിച്ചാൽ വലിയ വേദനയൊന്നും ഉണ്ടാകില്ല. പക്ഷേ വിഷം നിശബ്ദമായി ശരീരത്തിൽ പടർന്ന് അവസാനം ജീവനെടുക്കും. ഏതാണ്ട് അത്രയും തന്നെ അപകടകരമാണ് ഈ അവസ്ഥയും. സയൻസ് ഇതിനൊരു പേര് പറയും: ക്രോണിക് ഇൻഫ്ലമേഷൻ. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ വർഷങ്ങളായി നടക്കുന്നൊരു നിശബ്ദ യുദ്ധമാണിത്. നമ്മുടെ ഭക്ഷണരീതി, ജീവിതശൈലി, ഇതൊക്കെ കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷങ്ങളും പോഷകങ്ങളുടെ കുറവുമൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം. അങ്ങനെ അവസാനം ഒരു ദിവസം നമ്മുടെ ശരീരം അങ്ങ് കൈവിടും. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. ഓക്കെ, ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. നമുക്കിങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കാം. നിങ്ങളുടെ ശരീരം ഒരു വലിയ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആ രാജ്യത്തെ പൗരന്മാർ? അത് നിങ്ങളുടെ കോടിക്കണക്കിനുള്ള കോശങ്ങളാണ്. അപ്പോൾ ഓരോ പൗരനും, അതായത് നമ്മുടെ ഓരോ കോശത്തിനും ഒരു സുരക്ഷാ കവചമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലെ. സയൻസിൽ ഇതിനെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്നൊക്കെ പറയും. ഇനി ഈ അതിർത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഫാറ്റി ആസിഡുകളെന്ന് പറയുന്ന ഒരിനം കൊഴുപ്പ് കൊണ്ടാണ്. ശരി, അപ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ 2 ടീംസുണ്ട്. ഒന്നാമൻ ഒമേഗ-6. ഇയാളൊരു ആക്രമണകാരിയാണ്. ഒരു ശത്രു, അതായത് രോഗാണു വന്നാലുടനെ വെടിവെപ്പ് തുടങ്ങും. ഈ വെടിവെപ്പിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാള് ഒമേഗ-3. ഇദ്ദേഹം ഒരു സമാധാന പ്രേമിയാണ്. ആക്രമണമൊക്കെ കഴിഞ്ഞ് ശത്രു പോയാൽ ഉടനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കാര്യങ്ങളൊക്കെ ശാന്തമാക്കും. അപ്പോൾ ഒരു ഹെൽത്തി ബോഡിയിൽ ഈ ആക്രമണകാരിയും സമാധാന പ്രവർത്തകനും തമ്മിലൊരു ബാലൻസ് വേണം. അതെന്തായാലും വേണം. ഓരോ 3 ആക്രമണകാരികൾക്ക് ഒരു സമാധാന പ്രവർത്തകരെങ്കിലും വേണം. അതാണ് അതിൻ്റെ കണക്ക്. 3:1. ഇതാണ് ഹെൽത്തി റേഷ്യോ. പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തിലെ അനുപാതം എത്രയാണെന്നറിയാമോ? 47:1. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 47 പേർ നിന്ന് വെടിവെക്കുമ്പോൾ അത് നിർത്താൻ വെറും ഒരാൾ. ഇതൊരു ആഭ്യന്തര യുദ്ധം തന്നെയല്ലേ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്? ഈ നിർത്താതെയുള്ള യുദ്ധം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുകയാണ്. നമ്മുടെ തലച്ചോറ്, ഹൃദയം, കരൾ, സന്ധികൾ, ഇവിടങ്ങളിലെ കോശങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കുന്നു. ആ അതിർത്തി രക്ഷാസേന തകർന്നാൽ പിന്നെന്തുണ്ടാകും? നല്ല പോഷകങ്ങൾക്കകത്തേക്ക് വരാൻ പറ്റില്ല. അകത്തുള്ള മാലിന്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല. ആകെ പ്രശ്നമാകും. ഇതിലെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും വലിയൊരു യുദ്ധം നടക്കുന്നത് നമ്മൾ അറിയുന്നേയില്ല. അപ്പോൾ പിന്നെ വെറുതെ ഊഹിച്ചു കളിക്കാതെ എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അവിടെയാണ് എക്സ്പേർട്സ് ഒരു സിമ്പിൾ 3 സ്റ്റെപ്പ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റെപ്പ് 1, ടെസ്റ്റ് ചെയ്യുക. ഒരു ലളിതമായ ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നടക്കുക. സ്റ്റെപ്പ് 2, അത് ശരിയാക്കുക. ശരിയായ പോഷകങ്ങൾ ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കുക. സ്റ്റെപ്പ് 3, ഉറപ്പുവരുത്തുക. ഒരു 120 ദിവസത്തിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് പ്രശ്നം മാറിയോ എന്ന് കൺഫേം ചെയ്യുക. ടെസ്റ്റ്, കറക്റ്റ്, വെരിഫൈ. സിമ്പിൾ. അപ്പോൾ ഈ കറക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ സാധാരണയായി നിർദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിലെ ആ ഒമേഗ റേഷ്യോ ശരിയാക്കാനുള്ള ബാലൻസ്ഡ് ഓയിൽ. പിന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സിനോബയോട്ടിക് പ്ലസ് എന്നൊരു ഫൈബർ മിശ്രിതം. കാരണം കുടലിന്റെ ആരോഗ്യം നമ്മുടെ പ്രതിരോധശേഷിക്ക് വളരെ പ്രധാനമാണ്.
ഈ ഒരു രീതി പിന്തുടർന്നിട്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ ചിലരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് നമുക്കൊരു ധൈര്യം തരും. സൽമയുടെ കാര്യം തന്നെ എടുക്കാം. വളരെ ഗുരുതരമായ ന്യൂമോണിയ വന്നിട്ട് ഇനിയൊരു നോർമൽ ലൈഫ് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞതാണ്. പക്ഷേ വെറും 1 മാസത്തിനുള്ളിൽ അവർക്ക് ആ പഴയ എനർജി തിരികെ കിട്ടിത്തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 73 വയസ്സുള്ള ഇസ്മായിൽ സാറിന്റെ അനുഭവം കേൾക്കണം. ഒരു തരി ക്ഷീണമില്ലാതെ 900 കിലോമീറ്റർ വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അതുമാത്രമല്ല, ശരീരത്തിലെ കൊഴുപ്പ് 26% നിന്ന് 19% കുറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ അത്ഭുതത്തോടെ ചോദിക്കുമത്രേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ചുറുചുറുക്ക് എന്ന്. അപ്പോ മനസ്സിലായല്ലോ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് വെറും ഊഹങ്ങളുടെ പുറത്തുള്ള ഒരു കളിയല്ല, മറിച്ച് ശാസ്ത്രീയമായി അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി പ്രശ്നം പരിഹാരം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. വൈകി വരുന്ന അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയാറില്ലേ? നമ്മൾ ആദ്യം കണ്ട ആ വാർത്തകളിലെ ആളുകൾക്ക് ഒരുപക്ഷേ ഈ കാര്യങ്ങൾ അറിയാനുള്ളൊരു അവസരം കിട്ടിക്കാണില്ല. പക്ഷേ നിങ്ങൾക്കും എനിക്കും ഇപ്പോഴാ അറിവ് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന തീരുമാനം.